ജിന്നും മിൻസും അടക്കിയൊതുക്കി സുലൈമാൻ നബിയുള്ള ജഗദലപതികൾക്കധിപതിയായി വായുമ്പോൾ. ബിസ്മി എന്തിനും ഒരു പരിഹാരമാണ്. അല്ലാഹു തആല ഇന്ന ലില്ലാഹി ദാറൻ ഫിൽ ജന്നതി, സ്വർഗത്തിൽ ഒരു മനോഹരമായ വീടുണ്ടല്ലോ. ആ വീടിന്റെ അതിർപ്പം എന്താണ്? യഖാലു ലഹാ ദാറന്നൂർ. ആ വീടിന്റെ പേര് തന്നെ ദാറന്നൂർ എന്നാണ്. ദാറന്നൂർ, ദാറന്നൂർ. പ്രകാശം കൊണ്ട് തന്നെ അതിന്റെ നിർമ്മാണം, പേര് തന്നെ ദാറന്നൂർ എന്നാണ്. സുബ്ഹാനല്ലാഹി ജല്ല ജലാലുഹു. അങ്ങനെ അതിന് പേരിടാനുള്ള കാരണം അതിൻ്റെ നിർമ്മാണം എല്ലാം പ്രകാശം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. എവിടെ നോക്കിയാലും നല്ല നല്ല രസകരമായിരിക്കുന്ന പ്രകാശമാണ്. സുബ്ഹാനല്ലാഹ് വയ്യ ഫിൽ ഹവാ. അതിങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. തൂണുകളൊന്നും അതിനില്ല. ലൈസ ലഹാ ത്വരീഖ്, അതിലേക്ക് പ്രവേശിക്കാൻ മറ്റൊരു മാർഗവും അവിടെ കാണുന്നില്ല. അങ്ങനത്തെ മനോഹരമായ വലിയൊരു ബിൽഡിങ്, നല്ലൊരു കൊട്ടാരം സ്വർഗത്തിൽ ഉണ്ട്. അപ്പോൾ നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുസ്തഫായ നബിയേ, കൈഫ യസ്അദൂന ഇലൈഹാ. ഒരു തൂണുമില്ലാതെ, ഒരു കോണിപ്പടിയില്ലാതെ, ഒരു സ്റ്റെപ്പില്ലാതെ എങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോവൽ നബിയേ? അപ്പോഴാണ് ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ വ ഹബീബുനൽ മുസ്തഫ തങ്ങൾ പറഞ്ഞു കൊടുക്കാണ്, അതിലേക്ക്, അതിൻ്റെ അത്ഭുതമായിരിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കാൻ ഖൂലൂ, നിങ്ങൾ പറഞ്ഞോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നങ്ങ് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഫയതീറൂന ഇലൈഹാ, അതിലേക്ക് പാറി പാറി ആ മനോഹരമായ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാം. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. വല്ലാത്ത പോറ. ഇത് പറയുന്നത് ആരാണ്? സ്വർഗം കണ്ടുവന്ന നേതാവ് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി. മാഷാ അല്ലാഹ്. അങ്ങനെ ബിസ്മി വല്ലാത്തൊരു വചനമാണ് ഉമ്മമാരെ. ബിസ്മില്ലാഹി. ചെറിയ മക്കൾക്ക് നിങ്ങൾ മുല കൊടുക്കുമ്പോൾ നിങ്ങൾ ബിസ്മി ചൊല്ലാൻ മറന്നു പോവല്ലേ. ആ കുട്ടിയുടെ ഭക്ഷണമാണ് മോളെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് ചൊല്ലിക്കൊണ്ടങ്ങ് കൊടുക്കുമ്പോൾ ഈ കുട്ടി നിരന്തരമായി അള്ളാഹുവിൻ്റെ പേരിങ്ങനെ ഓർമ്മ വരികയാണ്. അതിങ്ങനെ കേൾക്കുകയാണ്. അള്ളാഹു എന്നുള്ള ചിന്ത ഈ കുട്ടിയുടെ മനസ്സിലേക്ക് വരികയാണ്. മാഷാ അല്ലാഹ്. ബിസ്മി എന്തിനും ഒരു പരിഹാരമാണ്. അർഹമുർ-റഹീമായ റബ്ബ് അത് ചൊല്ലി വിജയിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് അൽ ബസ്മലത്തു മിൻ ഖസായിസി ഹാദിഹിൽ ഉമ്മ. അൽ ബസ്മലത്തു മിൻ ഖസായിസി ഹാദിഹിൽ ഉമ്മ. ബിസ്മി എന്നുള്ളത് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. റഹ്മുർ-റഹീമായ റബ്ബ് നമ്മുടെ ജീവിതത്തിലുടനീളം എല്ലാ സുഹൃതങ്ങളിലും ബിസ്മി വിട്ടുപോകരുത്. അത് ചെല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, സോളമാൻ എന്ന് ഇംഗ്ലീഷുകാർ പറയും, ഭൂലോക ചക്രവർത്തിയായിരുന്നല്ലോ. ലോകം അടക്കി ഭരിച്ചിരുന്ന 4 ആളുകളിൽ ഒരാൾ. സുലൈമാൻ നബിയുടെ ചരിത്രം സംഭവം തന്നെയാണ്. ജിന്നും മിൻസും അടക്കിയൊതുക്കി സുലൈമാൻ നബിയുള്ള ജഗദലപതികൾക്കധിപതിയായി വായുമ്പോൾ. ആ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ലമ്മാ അർസല സുലൈമാൻ അൽ ഹുദൂദ്
മരംകൊത്തിയില്ലേ ആ പക്ഷിയെ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇലാ ബൽക്കീസ് രാജ്ഞിയുടെ അടുത്തേക്ക് ഒരു കത്തും കൊടുത്തയക്കുകയാണ്. കത്ത് കൊടുത്തയച്ചുകൊണ്ട് ഹുദ്ഹുദ് ആ മരംകൊത്തി അങ്ങോട്ട് പോവുകയാണ്. പോകാൻ നോക്കുന്ന സമയത്ത് മരംകൊത്തിക്ക് ഭയങ്കര ആവേശമാണ്. മരംകൊത്തിയോട് മറ്റുള്ള പക്ഷികൾ ചോദിക്കുന്നു, കൈഫ തദ്ഹബു വഹദക്, നീ എങ്ങനെ ഒറ്റയ്ക്ക് പോവുക? ഒരുപാട് കിലോമീറ്ററുകൾ പോവണ്ടേ, നീ എങ്ങനെ പോകും? നിനക്കെന്താ ധൈര്യം? ഫഖാല, അപ്പോഴാണ് മിസ്റ്റർ മരംകൊത്തി പറയുന്നത്, മൻ കാന മഅഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഞാൻ എന്തിന് പേടിക്കണം? ഒരാളോട് കൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തരമായ വചനമുണ്ടായാൽ പിന്നെ ഞാൻ ആരെ പേടിക്കാനാണ്? മരംകൊത്തി അങ്ങോട്ട് പ്രസംഗിച്ചു. അത് തീരുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് ഫവല്ലല്ലാഹു അലാ റഅസിഹി താജൻ ഇലാ യൗമിൽ ഖിയാമah, അള്ളാഹുവിൻ്റെ മഹത്തരമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോട് കൂടെയുണ്ടെന്നങ്ങ് പറയേണ്ട താമസം ഈ മരംകൊത്തിക്ക് നല്ലൊരു സ്ഥാനം അള്ളാഹു കൊടുക്കാണ്. നല്ലൊരു കിരീടം മരംകൊത്തിയുടെ തലയിലങ്ങ് അള്ളാഹു തല വെച്ച് കൊടുത്തു. അതുകൊണ്ടാണ് ഇപ്പോഴും മരംകൊത്തി നമ്മൾ കാണുമ്പോൾ അതിൻ്റെ തലയിൽ നല്ലൊരു കിരീടമുണ്ടാവും. രാജകീയമായാണ് മരംകൊത്തിയുടെ വരവും, രാജകീയമായിട്ട് തന്നെയാണ് മരംകൊത്തിയുടെ പോക്കും ഉണ്ടാകുക. മാഷാ അല്ലാഹ്, എന്താ സംഭവിച്ചത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതാണ്. അത് മഹത്തരാണ്, അത്ഭുതമാണ് അതിൻ്റെ ലോകം. അത് പ്രിയപ്പെട്ട ഉമ്മമാരെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ജീവിതത്തിലുടനീളം നമ്മളിൽ ഉണ്ടാകണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാൻ, അതിൻ്റെ പ്രത്യേകത പറയേ, അന്ന് അള്ളാഹു എന്നുള്ള ഇസ്മ അതിലുണ്ട്. അതാണ് അള്ളാഹു എന്നുള്ള ഇസ്മുകളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നുള്ള ഇസ്മ അത്ഭുതമാണ്. ഒരാൾക്ക് ടെൻഷൻ ഉണ്ടായി, പ്രത്യേകമായ മുറാദ് ഹാസിലാവാനുണ്ടായി, എന്നാൽ 70,000 പ്രാവശ്യം അല്ലാഹ് 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 ആ ഇസ്മിനെ യാ അല്ലാഹ് യാ അല്ലാഹ് യാ കൂട്ടി അങ്ങ് ചൊല്ലി അങ്ങ് ദുആ ചെയ്താൽ നല്ല ദുആക്ക് ഇജാബത്ത് കിട്ടും, ഒരു സംശയവുമില്ല. അർഹമർ റഹീമായ റബ്ബേ, ഈ ബിസ്മിയുടെ വ്യാഖ്യാനങ്ങൾ എത്രയാണ് ഇമാമിങ്ങൾ ബിസ്മിയുടെ വിശദീകരണമായി പണ്ടുന്ന ഒരുപാട് ഫളായിലുകൾ അടങ്ങിയതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദിവസങ്ങളോളം വഅദ് പറഞ്ഞാൽ തീരൂല ഇതിൻ്റെ പവർ. ചുരുക്കത്തിൽ ഏതൊരു കാര്യം നമ്മൾ തുടങ്ങുമ്പോഴും കുല്ലു അംരിൻ ദീബാൽ, ഏതൊരു നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ലാ യബ്ദഉ ബിസ്മില്ലാഹ്, ബിസ്മില്ല കൊണ്ട് തുടങ്ങിയിട്ടില്ല എങ്കിൽ ഫഹുവ അബ്തറു, അതിൽ ബറക്കത്തില്ല. ഖാല റസൂലുള്ളാഹി, അല്ലാഹു നമുക്ക് ചെല്ലാൻ തൗഫീക്ക് നൽകട്ടെ.